ഞാൻ BJP വോട്ട് ചെയ്ത. ആ ശരിക്കും പറ്റിച്ചു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എൻ്റെ വോട്ട് പോയി, എൻ്റെ വെറുതെ സമയം പോയി. തൃശ്ശൂർ എന്ന് പറയുന്നത് ആളും മറന്ന പോലെ ഞാൻ എൻ്റെ മനസ്സിൽ ഇപ്പൊ കണക്കൂട്ടുള്ളത്. സുരേഷ് ഗോപി വെറും കടായിട്ടാ പോണേ, അല്ലാണ്ട് പിന്നെ എന്താ ചെയ്തിട്ടുള്ളേ? ഇതിന് മുന്നേ കുറെ കാര്യങ്ങൾ ആള് ചെയ്തിരുന്നു. ഇപ്പൊ ആള് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. തിരിഞ്ഞു നോക്കണ്ട തൃശ്ശൂർക്ക്. അയാളെ അഭിനയിക്കാൻ തന്നെ പറ്റുള്ളൂ. MP ആയിട്ട് നടക്കാൻ അയാൾക്ക് അറിയാം, യോഗ്യതയില്ല. സുരേഷ് ഗോപിയുടെ വന്നു എന്താ കാര്യം? നമുക്കിവിടെ എന്താ കാര്യമുള്ളേ? ഓരോരുത്തരെയും അവിടുന്ന് ഒരു കൂട്ടം കള്ളന്മാരിറങ്ങാന്നല്ലാണ്ട് നടനാണെന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വില കളഞ്ഞു ആള്. തെറ്റ് പറ്റി, അത് ഉറപ്പാണ്. അടുത്ത പ്രാവശ്യം സുരേഷ് ഗോപി ഇവിടെ നിൽക്കണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അതല്ല, ഇപ്പൊ ആൾക്കാര് പലരും പറയണത് ഇപ്പൊ നമ്മൾ വിചാരിച്ച പെർഫോമൻസ് നമ്മൾ കാണിക്കില്ല എന്ന് പറഞ്ഞു. ഒരു കടന്നുകയറ്റം തന്നെ, അവരെ അധികാരമാണ് ഇപ്പൊ അത്. സാധാരണക്കാർക്ക് ജീവിക്കാൻ പോലും പറ്റാണ്ടായി. ഒരു വികസനം ഇവിടെ സുരേഷ് ഗോപി കൊണ്ടുവന്നിട്ടില്ല, ഈ ഏരിയയിലേക്ക് കടന്നിട്ടുമില്ല. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നേതാവാണ്. സാധാരണക്കാർക്ക് വേണ്ടി പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പൊളിറ്റിക്സിലെ പബ്ലിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള, പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബിഹേവ് ചെയ്യാനായിട്ടുള്ള പുള്ളിക്ക് ചെറിയ കുറവുണ്ട്. സുരേഷ് ഗോപി ഒരു കാര്യമില്ല, തൃശ്ശൂർക്കാർക്ക് ഒരു ഉപകാരമില്ല, പിന്നെന്താ കാര്യം? തൃശ്ശൂർക്കാർക്ക് ഒരു ഉപകാരമില്ല, പിന്നെന്താ കാര്യം? സുരേഷ് ഗോപിയുടെ വന്നു എന്താ കാര്യം? നമുക്കിവിടെ എന്താ കാര്യമുള്ളേ? ഓരോരുത്തരെയും അവിടുന്ന് ഒരു കൂട്ടം കള്ളന്മാരിറങ്ങാന്നല്ലാണ്ട് ജനങ്ങൾക്ക് നല്ലൊരു കാര്യം ചെയ്യാനായിട്ട് ഇവിടെ ഒരു നേതാക്കന്മാരും ഇല്ല. സുരേഷ് ഗോപിയുടെ കാര്യം തന്നെ പറഞ്ഞു, ഞങ്ങളുടെ പള്ളിയിലേക്ക് കൊടുത്തു ഒരു മാല, അത് ചെമ്പെന്ന് പറഞ്ഞു. ശരിയല്ലേ? അങ്ങോരെ എല്ലാവരും ജനങ്ങളെല്ലാവരും പൊക്കി പിടിച്ചു നടക്കണോ? പറഞ്ഞാലും തെറ്റുണ്ടാ? ഞങ്ങളുടെ പള്ളിയിലേക്ക് ഒരു മാതാവിന് ഒരു മാല കൊടുത്തത് അത് വിഷയമില്ലേ? ഉഷാറല്ല, ജനങ്ങളായിട്ട് മിങ്കിൾ ചെയ്ത് പോകില്ല. എന്താ കാര്യത്തിന് ആൽത്തറ മീറ്റിങ്ങൾ നടത്തി ഓരോരുത്തർ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് എന്നോടല്ല പറയണ്ടേ, അവിടെ പറയണ്ടേ, ഇവിടെ പറയണ്ടേ എന്ന് വന്നിട്ടുള്ള വിവാദങ്ങളൊക്കെ വരുന്നില്ലേ? അപ്പൊ അയാൾ ശരിയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ? അയാളെ അഭിനയിക്കാൻ തന്നെ പറ്റുള്ളൂ. MP ആയിട്ട് നടക്കാൻ അയാൾക്ക് അറിയാം, യോഗ്യതയില്ല. ശരിയല്ല? ഞാൻ പറഞ്ഞാലും വലിയ തെറ്റുണ്ട. ഇവിടെ കലിംഗ് സംവിധാനങ്ങളൊക്കെ നടന്നു, അതിൽ പലരും പല അപേക്ഷ കൊണ്ടുവന്നിട്ട് അദ്ദേഹം നിരസിക്കേണ്ടായത്. അവർക്കൊരു പ്രോത്സാഹനം കൊടുത്തില്ല. ശരിയാണോ? അതെ. അപ്പൊ അതുകൊണ്ട് അയാൾ ശരിയില്ല. സുരേഷ് ഗോപി വെറും കടായിട്ടാ പോണേ, അല്ലാണ്ട് പിന്നെ എന്താ ചെയ്തിട്ടുള്ളേ? ഇതിന് മുന്നേ കുറെ കാര്യങ്ങൾ ആള് ചെയ്തിരുന്നു. ഇപ്പൊ ആള് ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. തിരിഞ്ഞു നോക്കണ്ട തൃശ്ശൂർക്ക്. അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാളാണ്, നല്ലൊരു വ്യക്തിയായിരുന്നു. പക്ഷെ പാർട്ടിയിലേക്ക് ഇറങ്ങി സ്ഥാനാർത്ഥി നിന്ന് എല്ലാം നേടി കഴിഞ്ഞപ്പോ ആള് പിന്നെ ഈ ഭാഗത്ത് തിരിഞ്ഞോക്കാത്ത മാതിരിയായില്ലേ. ശക്തൻ മാർക്കറ്റൊക്കെ വിപുലീകരിക്കും, കുറെ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും നിറവേറ്റിണ്ട് ആള്? ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ സുരേഷ് ഗോപി എന്ന വ്യക്തിയെ നമുക്ക് താല്പര്യ, രാഷ്ട്രീയത്തിലെ റോളോട് നമുക്ക് താല്പര്യമില്ല. എന്താ വെച്ചാൽ അതിനെ ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഈ പുലിക്കളിക്ക് തന്നെ കഴിഞ്ഞ കൊല്ലത്തെ പുലിക്കളിക്ക് ഫണ്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ആ ഫണ്ട് കൊടുത്തിട്ടിരുന്നില്ല. ഒരു വാക്ക് പറഞ്ഞ വാക്കായിരിക്കണം. സുരേഷ് ഗോപിനെ കുറിച്ച് നമുക്ക് തീരെ ഒരു അഭിപ്രായമില്ല. കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം 10,72,74,000 വോട്ടിന് ഇവിടെ ജയിച്ചു പോയിട്ട് നമ്മുടെ വോട്ട് വേസ്റ്റായെന്ന് മാത്രമല്ല, ആളിങ്ങോട്ട് തിരിഞ്ഞു നോക്കുക പോലെ ചെയ്തിട്ടില്ല. ആ തൃശ്ശൂർ പൂരത്തിന് ഒന്ന് ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാക്കുക ചെയ്ത ആള്. അതുകൊണ്ടും ആള് വലിയ നുണകളൊക്കെ ഇവിടെ പറഞ്ഞുണ്ടാക്കിയത്. നമ്മുടെ വോട്ട് പോയെന്ന് മാത്രം. നമ്മൾ വെറുതെ മഴയത്ത് വെയിലത്തൊക്കെ നിന്ന് വോട്ട് ചെയ്ത് വെറുതെ ജയിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇത്ര കൊല്ലായി, ഇന്ന് വരെ തൃശ്ശൂർക്ക് ആള് തിരിഞ്ഞു നോക്കിയില്ല. തൃശ്ശൂർക്കല്ല, ഒരു സഹമന്ത്രി, കേരളത്തിന്റെ ഒരു സഹമന്ത്രി BJP നടന്ന് ആദ്യം പോകുമ്പോൾ അത് വളരെ സൗമ്യതയോട് കൂടിയിട്ട് ജനങ്ങൾക്ക് വളരെ ഉപകാരത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ആദ്യമായിട്ട് BJP ഒരു കേന്ദ്ര സഹമന്ത്രി പോയിട്ടുള്ളതാണ്. ആ നിലയ്ക്ക് ആളിവിടെ എന്തെങ്കിലും ചെയ്ത് കൂട്ടേണ്ടതാണ്. പക്ഷെ ഇവിടെ ഇതേവരെ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, ഒരു കാര്യം ആള് ചെയ്തിട്ടില്ല. തൃശ്ശൂർ എന്ന് പറയുന്നത് ആള് മറന്ന പോലെ ഞാൻ എന്റെ മനസ്സിൽ ഇപ്പൊ കണക്കൂട്ടുന്നത്. ഞാൻ BJP കാരനല്ലായിരുന്നു, പക്ഷെ എനിക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു BJP ഇവിടെ എന്തെങ്കിലും കാട്ടിക്കൂട്ടും. ഇവിടെ LDF ജയിച്ചിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നേ UDF ജയിച്ചിട്ടുണ്ടായിരുന്നു. അവര് പിന്നെയും ഒരു 50% എന്തെങ്കിലുമൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം അവരെക്കാളൊക്കെ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച ആളാണ്. അദ്ദേഹം ഒരു വസ്തു ചെയ്തിട്ടില്ല ഇവിടെ തൃശ്ശൂരിന് വേണ്ടിയിട്ട്. തൃശ്ശൂരിൽ നിന്നല്ല, കേരളത്തിൽ നിന്ന് തന്നെ പറയാം. കേരളത്തിലൊരു സഹമന്ത്രി പോയിട്ട് കേരളത്തിൽ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ BJP വോട്ട് ചെയ്ത. ശരിക്കും പറ്റിച്ചു എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. എൻ്റെ വോട്ട് പോയി, എൻ്റെ വെറുതെ സമയം പോയി.
എൻ്റെ പണിയുടെ ഇതും പോയി, പകുതി സ്ഥലം പണി പോവുകയും ചെയ്തു. ഇതാണ് എനിക്ക് പറയാനുള്ള എൻ്റെ അവസ്ഥ. അല്ലാണ്ട് ഇപ്പൊ നമ്മളെ പാവപ്പെട്ടവര് വോട്ട് ചെയ്യാണ്ട് ആള് 74,000 72,000 വോട്ടിന് ജയിക്കും. ഒരു കാര്യമില്ല. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മള് തൃശ്ശൂർ ജില്ലക്ക് ഒരു വികസനം വേണമെന്ന് വെച്ചാൽ നടത്തിയില്ല. അതാണ് അവിടെ നമുക്ക് പറ്റിയിട്ടുള്ള ഒരു തെറ്റ്. അത് തൃശ്ശൂർ ജില്ലയിലെ എല്ലാവരും കൂടി നമ്മൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ് നടനാണെന്നുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വില കളഞ്ഞു. അത് തെറ്റ് പറ്റി, അത് ഉറപ്പാണ്. അതെല്ലാവരും ആരുടെ അടുത്ത് ചോദിച്ചാലും അറിയാം. തൃശ്ശൂർ ജില്ലയിൽ വികസനം വരുന്നെന്ന് ചോദിച്ചിട്ടുണ്ട് എല്ലാവരും BJP-കാർക്ക് വോട്ട് ചെയ്തു. പക്ഷെ അത് തെറ്റ് പറ്റിച്ച പോലെ ആയില്ല. അല്ലെങ്കിൽ ഒരു വികസനം എവിടെ ഇത്ര കാലമായിട്ട് ഒരു വികസനം ഇല്ല തൃശ്ശൂർ ജില്ലയിൽ. ഒരു വികസനം ഇല്ല. വെറുതെ ഒരു മന്ത്രി എന്ന പോലെ ആയി. സൂപ്പർ തന്നെയാ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ തൃശ്ശൂർക്ക് വേണ്ടിയിട്ട്. ഒരുപാട് നല്ല കാര്യം. പക്ഷെ ചിലപ്പോൾ എപ്പോഴും വരാൻ പറ്റിയെന്നൊന്നും വരില്ല. ഒരുപാട് തിരക്കുള്ള മനുഷ്യന്മാരല്ലേ. അപ്പോൾ വന്നില്ലെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് ഭംഗിയായിട്ട്. അല്ല, ഫണ്ട് കൊടുക്കുമല്ലോ. ഫണ്ട് ഇവിടെ മാർക്കറ്റ്, ശക്തൻ മാർക്കറ്റിലേക്കും ഇവിടേക്കൊക്കെ 1 കോടി രൂപ സ്വന്തം കാശ് എടുത്തിട്ട്, ഫണ്ട് മറ്റേ കാശ് എടുത്തിട്ടല്ല, ആളെ സ്വന്തം കാശ് എടുത്തിട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. മാർക്കറ്റ് പണിയാൻ 1 കോടി രൂപ പേഴ്സണൽ കാശ് എടുത്തിട്ട് കൊടുത്തുള്ളത്, അധ്വാനിച്ചുള്ള കാശ് ചെയ്തിട്ടില്ല എന്നുള്ളത്. കൊടുത്തുള്ളൂ കോർപ്പറേഷനിലേക്ക് കാശ് കൊടുത്തുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ സമരക്ക് നടന്നു. 1 കോടി രൂപ കൊടുത്തുള്ളത് ഇവിടെ കോർപ്പറേഷനിൽ വന്നിട്ട് മേയറിൻ്റെ കൊടുത്തുള്ളത്. അപ്പൊ അത് ചെയ്തിട്ടുണ്ടോന്നുള്ള എനിക്ക് അറിയില്ല. ചെയ്തിട്ടില്ലെങ്കിലും ആള് ഫണ്ട് സ്വന്തം കാശിൽ നിന്ന് എടുത്തിട്ട് കൊടുത്തുള്ളതാ സുരേഷ് ഗോപി. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. നമുക്ക് വേണ്ടതൊന്നും ലഭിക്കണില്ലല്ലോ. ഉപദ്രവം മാത്രമല്ല, നല്ല രീതിയിൽ നമുക്ക് ഒരു കാര്യം നടക്കില്ല. നമുക്ക് ഓരോ ഭരണമാറുകളും ഇപ്പൊ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സാധാരണക്കാരിപ്പോൾ ഊബറായാലും ഓലയിലും ഓൺലൈൻ ടാക്സിയിലൊന്നും ഇടപെടാൻ ആരുമില്ല. ഡ്രൈവർമാരുടെ ബുദ്ധിമുട്ട് ആരും മനസ്സിലാക്കുന്നില്ല. ഒരു കടന്നുകയറ്റം തന്നെ. അവരെ അധികാരമാണ് ഇപ്പൊ അത്. സാധാരണക്കാർക്ക് ജീവിക്കാൻ പോലും പറ്റാണ്ടായി. 500 രൂപ ഒരു ദിവസം ശമ്പളം മുട്ടില്ലേ. 400-450 രൂപ കളക്ഷൻ കാശ് കൊടുത്തിട്ട് ഓരോ വണ്ടിക്കാരാ. 500 രൂപ നമുക്കൊരു ശമ്പളം പോലും മുട്ടില്ലേ. അന്ന് കാലത്ത് 7 മണിക്ക് വണ്ടി എടുത്ത് വൈകുന്നേരം 7 മണി വരെ വണ്ടി ഓടിയിട്ട് അതിനൊന്നും ഒരാളും നമുക്കൊന്നും തിരിഞ്ഞു നോക്കണമില്ല. എന്താന്ന് അന്വേഷിക്കാൻ പോലും ഒരാളും ഇല്ല. അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ. സുരേഷ് ഗോപി കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും ഇപ്പോൾ പെർഫോം ചെയ്യുന്നില്ല. അല്ല, പെർഫോം ചെയ്തു കഴിഞ്ഞാലല്ലേ നമുക്ക് നല്ലതെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആര് നല്ലത് ചെയ്താലും നല്ലതെന്ന് പറയും. അല്ലാതെ സ്വയം ഒരു തീരുമാനം എടുക്കണ്ടേ. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇനിയിപ്പോൾ ഇവിടെ ഇലക്ഷൻ നിൽക്കണ്ടെന്ന് എനിക്ക് തോന്നുന്നത് സുരേഷ് ഗോപി. പക്ഷേ മറ്റൊരു സമയത്ത് നമ്മൾ വളരെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരുന്നു സുരേഷ് ഗോപി. അതല്ല, ഇപ്പോൾ അതായത് ആൾക്ക് കേന്ദ്രത്തിൽ തൃശ്ശൂരിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മന്ത്രി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തെങ്കിലും തൃശ്ശൂരിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ. എന്നാലല്ലേ നമ്മൾക്ക് ആരും സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അല്ല, ഇപ്പോൾ അടുത്ത പ്രാവശ്യം സുരേഷ് ഗോപി ഇവിടെ നിൽക്കണ്ടെന്ന് എൻ്റെ അഭിപ്രായം. അതല്ല, ഇപ്പോൾ ആൾക്കാർ പലരും പറയണത് ഇപ്പോൾ നമ്മൾ വിചാരിച്ച പെർഫോമൻസ് നമ്മൾ കാണിക്കണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. സുരേഷ് ഗോപി ഒരു നല്ല ഇൻഡിവിജ്വലാണ്. രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു നേതാവാണ്. സാധാരണക്കാർക്ക് വേണ്ടി പലതും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തികൾ വെച്ച് നോക്കുമ്പം അങ്ങനെ പറയേണ്ടി വരും. 1994-ലാണോ 96-ലാണോ എന്നറിയില്ല, 2 കുട്ടികൾക്ക് എയ്ഡ്സ് ബാധിതരായി എന്ന് പറഞ്ഞിട്ട് പത്രത്തിൽ റിപ്പോർട്ടുണ്ടായിരുന്നു. ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ആ കുട്ടികളെ അപ്രോച്ച് ചെയ്യാനായിട്ട് അവരുടെ അടുത്ത് പോകാനായിട്ടോ സന്മനസ് കാണിച്ചില്ല. അന്ന് അദ്ദേഹം ഈ സംഘത്തിലോ BJP-യിലോ ഒന്നും ഉണ്ടായിരുന്ന വ്യക്തിയല്ല. അപ്പോൾ രാഷ്ട്രീയം മാത്രമല്ല, അയാൾക്ക് മാനുഷികമായിട്ടുള്ള സമീപനമാണ് സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ സമ്മതനാക്കുന്നത്. സുരേഷ് ഗോപി കുഴപ്പമില്ല. എന്നാലും ആളിവിടെ കുറച്ചെങ്കിലും കാര്യങ്ങളൊക്കെ ആള് ചെയ്യാണ്ട്. ആള് പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറച്ചെങ്കിലും ചെയ്യണ കാര്യങ്ങളൊക്കെ. പിന്നെ ആളിവിടെ ആക്റ്റീവായിട്ട് എന്നെ കാണണം. പൊതുവെ അഭിപ്രായം ചോദിക്കുമ്പോൾ ആൾക്കാർക്ക് കുറച്ച് ബാഡ് അഭിപ്രായമാണുള്ളത്. പ്രവർത്തനത്തിന്റെ ചെറിയൊരു കുറവുണ്ട്. ആള് കുറച്ച് ഇവിടെ ഇലക്ഷൻ നിൽക്കുമ്പോൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആളങ്ങനെ മുഴുവിപ്പിക്കാൻ ആൾക്ക് ചെയ്യാനങ്ങനെ പറ്റിയിട്ടില്ല. സുരേഷ് ഗോപി ഒരു കാര്യമില്ല. തൃശ്ശൂർക്കാർക്ക് ഒരു ഉപകാരമില്ല, പിന്നെന്താ കാര്യം? തൃശ്ശൂർക്കാർക്ക് ഒരു ഉപകാരമില്ല, പിന്നെന്താ കാര്യം? സുരേഷ് ഗോപിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചതിന്റെ അത്ര ഒരു പ്രതീതി നമുക്ക് കിട്ടിയില്ല. പുള്ളിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവിടുന്ന് MP സ്ഥാനത്തേക്ക് നമ്മൾ അയച്ചത്. പക്ഷേ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞില്ലേ, 2 വർഷത്തിന്റെ അടുത്തുമായി. എന്നിട്ട് നമ്മൾ ആ മികച്ച ഒരു തീരുമാനത്തിലേക്കൊന്നും വരാനുള്ള ആ പ്രവർത്തനത്തിന്റെ ആ ഗാംഭീര്യമൊന്നും നമ്മൾ പ്രവർത്തനത്തിൽ കാണുന്നില്ല. ഇനിയും ആൾക്ക് സമയമുണ്ട്. ഇനി ആൾ അത് ചെയ്തു തരട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും സുരേഷ് ഗോപി വരുമ്പോൾ വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു.
തൃശ്ശൂർ എടുക്കും എന്ന് പറഞ്ഞിട്ട് 2 പ്രാവശ്യം എടുക്കും പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷ തന്നിട്ടുള്ളതാണ്. ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു സുരേഷ് ഗോപി എന്ന വലിയൊരു മാറ്റം വരുന്നു. പക്ഷെ അതൊന്നും അങ്ങനെ പ്രതീക്ഷിച്ച അത്രയും കണ്ടില്ല. അതിൽ ചെറിയൊരു വിഷമമുണ്ട്. പൊതുവെ വികസനം നമ്മളിവിടെ ഒരു 6 വർഷമായിട്ട് നമ്മൾ ഈ മാർക്കറ്റിലുള്ളതാണ്. ഒരു വികസനം ഇവിടെ സുരേഷ് ഗോപി കൊണ്ടുവന്നിട്ടില്ല, ഈ ഏരിയയിലേക്ക് കടന്നിട്ടുമില്ല. ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ ആള് വണ്ടിയിലിരുന്ന് പോവുകയല്ലാണ്ട് വേറെ ഒന്നും ഇവിടെ നടത്തിയിട്ടില്ല, ഒന്നുമില്ല. ആൾക്കാർക്ക് കാണാൻ തന്നെ പറ്റിയിട്ടില്ല. ആള് പറ്റിക്കപ്പെട്ടു. അത് പറ്റിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ്. അത് വല്ലാത്തൊരു ട്രാജഡിയായി. ആൾക്കാരെ പറ്റിച്ച് മുതലെടുക്കുക എന്നില്ല, അതാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ആള് കുഴപ്പമില്ല, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. തൃശ്ശൂർക്ക് വരവ് കുറവാ, അങ്ങനെ ജനങ്ങളുടെ പൊതുവായുള്ള ഒരു അഭിപ്രായം. അങ്ങനെ ഇപ്പൊ ആളെ കാണാനില്ല തൃശ്ശൂര്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആള്. സുരേഷ് ഗോപി പുള്ളി എനിക്കിഷ്ടമാണ് ആസ് എ ആക്ടർ, ഗുഡ്. ബട്ട് ഇൻ പോളിറ്റിക്സ് നല്ല അഭിപ്രായമല്ല എനിക്ക്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് പോളിറ്റിക്സിൽ പബ്ലിക്കിന് റിലേറ്റഡ് ആയിട്ടുള്ള, പബ്ലിക്കിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ബിഹേവ് ചെയ്യാനായിട്ടുള്ള പുള്ളിക്ക് ഒരു ചെറിയ കുറവുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ ഒരുപാട് ടി വിയിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. നേരിട്ട് പുള്ളി അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടില്ല. അന്ന് ഇവിടെ ലാസ്റ്റ് ടൈം മോദിജിയും സുരേഷ് ഗോപിയൊക്കെ വന്ന സമയത്തിൽ അവിടെ ശ്രമിച്ചു എനിക്ക് അവിടെ കാണാൻ കിട്ടില്ല. സോ അതൊരു എൻ്റെ ഒരു ഒപ്പീനിയനാണ്, എൻ്റെ ഒപ്പീനിയൻ. പാളിപ്പോയിന്ന് അതങ്ങനെയാണ്. വിചാരിച്ച കേസൊന്നും കൊണ്ടുവന്നില്ല. അതന്നെ പറച്ചിൽ മാത്രമല്ല, ഒന്നിനും ഇടപെടില്ല. അതന്നെ എവിടെ നടന്നു, എന്താ ചെയ്തേക്കണ കുറെ കാണിച്ചു അറിയില്ല. അങ്ങനെ ഇന്നലെ പ്രതീക്ഷ ഇതിനെ വേണ്ടി സാധാരണ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന തന്നെ ആളും ചെയ്തില്ല, വേറെ ഒന്നുമില്ല. വിചാരിച്ചത്ര കണ്ട് ഭൂമി ആയില്ല. പക്ഷെ നന്നാവുന്ന പ്രതീക്ഷിച്ചു, നന്നായില്ല. സുരേഷ് ഗോപി എങ്ങനെയുണ്ടെന്ന് അത് അങ്ങനെ പറയാൻ മാത്രം ഒന്നും കാണാനില്ല ആൾക്ക്. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണമെന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. സുരേഷ് ഗോപി അടിപൊളിയല്ലേ? ആളുടെ ഇപ്പോ ലോക്സഭയിലത്തെ ഇന്നലത്തെ സ്പീച്ച് ഇതൊക്കെ നല്ല ഗംഭീരമായിരുന്നു. മറ്റേ ബ്രിട്ടാസ് ഇവരെയൊക്കെ നേരിട്ടത് വളരെ നല്ല ഒരു ഇതായിരുന്നു. പിന്നെ ആള് തൃശ്ശൂരിന് ഇനി എന്തെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഭയങ്കര പ്രതീക്ഷയുണ്ട്. സുരേഷ് ഗോപിയുടെ പെർഫോമൻസ് വളരെ മോശമാണ്. പല കാരണങ്ങളൊക്കെ ഉണ്ട്, അതിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിന് പറയേണ്ട കാരണങ്ങൾ പലതുണ്ട്. ഇവിടെ തൃശ്ശൂരിന്റെ പല കാര്യങ്ങളുണ്ടായിട്ട് ആള് ചെയ്യാതെ പറഞ്ഞൊന്നും ചെയ്തിട്ടില്ല. അതന്നെ നമ്മളൊരു ജനപ്രതിനിധി എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളായിരിക്കും. അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. അതന്നെ വെച്ചാൽ രാഷ്ട്രീയക്കാരെല്ലാവരും പറഞ്ഞിട്ട് തന്നെ ഓരോന്ന് വാഗ്ദാനം ചെയ്തിട്ട് തന്നെയാണ് വോട്ട് മേടിക്കുക. അത് കുറെ ആൾക്കാർ ചെയ്യും, കുറെ ആൾക്കാർ ഒന്നും ചെയ്യില്ല. അയാൾ ഫിലിം ആക്ടർ എന്ന നിലയ്ക്ക് ബെസ്റ്റാണ്, രാഷ്ട്രീയക്കാരൻ എന്ന നിലയ്ക്ക് മോശമാണ്.